ജീവിതത്തിലെ രണ്ട് സത്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന് മീഡിയ, സോഷ്യൽ പ്ലാറ്റ്ഫോം ഇവയെല്ലാം ചേർന്ന് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറ്റിത്തരുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് നിങ്ങൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് നിങ്ങളുടെ പ്രോഗ്രസിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സൊസൈറ്റിയിലെ ചില കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്യുന്നുണ്ടായിരിക്കും, ചില കാര്യങ്ങളൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസഗ്രി ചെയ്യുന്നുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ ഈ ലോകത്തെ എത്രയധികം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന്. പണ്ടുകാലത്ത് പലരും മോശം എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളെയും മോഡേൺ സൊസൈറ്റി നാച്ചുറലൈസ് ആക്കി കഴിഞ്ഞു. അതായത് മുൻകാലത്ത് വീക്ക്നെസ് എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ പ്രസ്റ്റീജായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മോഡേൺ ഹ്യൂമൻ ബീയിങ്സിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിന് മോഡേൺ സൊല്യൂഷൻസ് ആവശ്യമാണ്. അതുകൊണ്ട് ഈ മോഡേൺ കാലഘട്ടത്തിലെ ഒരു മനുഷ്യന് മോഡേൺ ആയിട്ടുള്ള സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതേക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു മോഡേൺ വിന്നറായി എങ്ങനെയാണ് നമ്മൾ മാറുക, ഇതേക്കുറിച്ച് ചിന്തിക്കാം. നമ്പർ 1, സേ നോട്ട് ടു കാഷ്വൽ സെക്സ്. നിങ്ങളൊരു മെയിൽ ആണെങ്കിലും ശരി, ഫീമെയിൽ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സെക്സ് ഈസ് എംപവറിംഗ്. ഈ ഒരു കാഷ്വൽ സെക്സിൽ ഒരു പുരുഷൻ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ആൽഫ മെയിലാണെന്നും ഒരു സ്ത്രീ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവൾ എംപവേർഡ് ആൻഡ് ഫ്രീ ബേർഡ് ആണെന്നൊക്കെ പറയും. ഹിസ്റ്ററിയിൽ പല സ്ഥലങ്ങളിലും സെക്സിനെ ഒരു വെപ്പണായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെക്സിന്റെ പിന്നാലെ പോയിട്ട് പല വലിയ സിവിലൈസേഷൻസും നശിച്ചു പോയിട്ടുണ്ട്. സെക്സ് മോശമാണെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. ഇന്ത്യയിൽ ഈ ഒരു വിഷയം ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുൻപ് തന്നെ വളരെയധികം പ്രചരിപ്പിച്ചിരുന്ന ഒരു സബ്ജക്റ്റാണ്. സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ശില്പങ്ങളാണ് ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പവിത്രത നഷ്ടപ്പെട്ടു. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല, മനുഷ്യൻ തന്റെ ആഗ്രഹങ്ങളെല്ലാം സെക്സിലൂടെ പൂർത്തീകരിക്കാൻ പറ്റൂ എന്ന് കരുതി മുന്നോട്ട് പോകാൻ തുടങ്ങി. അതായത് ഒരു നിമിഷത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഓടി നടക്കുന്ന ഒരു അവസ്ഥയായി. അത് കാരണത്താൽ പലതരത്തിലുള്ള ടോക്സിക് ഐഡിയോളജീസ് ഡെവലപ്പായി. ഇങ്ങനെ പുതിയ ആൺകുട്ടികളെയും പുതിയ പെൺകുട്ടികളെയും ബ്രെയിൻ വാഷ് ചെയ്ത് ഇപ്പോൾ കൾച്ചർ തന്നെ പുതിയൊരു രീതിയിലായി. മനുഷ്യത്വം എന്നത് ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായിട്ട് മാറി. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, കാഷ്വൽ അല്ലാത്ത കാര്യങ്ങളെ കാഷ്വലാക്കി മാറ്റാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഗിൽട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവനവന്റെ മേലെയുള്ള റെസ്പെക്റ്റും ഇല്ലാതെയാകും. നമ്പർ 2, റിജക്ട് പുവർ ഹെൽത്ത്. ഹുക്കപ്പ് കൾച്ചർ എന്ന് പറയുന്ന ആ കൾച്ചർ ഒരു സൈഡിൽ, എന്നാൽ അതേ സമയത്ത് അവനവന്റെ ഹെൽത്തിന്റെ മേലെ യാതൊരു ശ്രദ്ധയില്ലാത്ത മറ്റൊരു കൾച്ചർ മറ്റൊരു സ്ഥലത്ത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലെ 30 മുതൽ 40% വരെയുള്ള ആളുകൾ ഒബേസിറ്റി അനുഭവിക്കുന്നു. ഫീമെയിലിനും മെയിലിനും റീപ്രൊഡക്ഷൻ പ്രോബ്ലംസ്, മറ്റു പലതരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഡയറ്റിന്റെ മേലുള്ള മെച്യൂരിറ്റി വളരെയധികം ഡൗൺ ആയിരിക്കുകയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെല്ലാം മൈക്രോ പ്ലാസ്റ്റിക്സ് അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഒരു 30-40 വയസ്സാവുമ്പോഴേക്കും മരുന്ന് കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അസുഖങ്ങളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇന്നൊരു പൊതു സ്വഭാവമായി കഴിഞ്ഞു. അസുഖമില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് നാച്ചുറൽ അല്ല. ഡോക്ടർമാർ പോലും വളരെ ഈസി ആയിട്ടാണ് പറയുന്നത് ഈ മരുന്ന് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇനി കഴിക്കണമെന്ന്. ഇതൊന്നും കൂടാതെ പലതരം സ്കിൻ ഇഷ്യൂസ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, മെന്റൽ പ്രോബ്ലംസ് ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം റോങ് ഇൻഫർമേഷൻസ്, ടോക്സിക് ഇൻഫർമേഷൻസ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ തലയിൽ കയറ്റിയിട്ട് കൂടുതൽ ബ്രെയിൻ കേട് വരുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഫ്രഷ് ഫുഡ് ഒരിക്കലും കഴിക്കുന്നേ ഇല്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഇത്തരത്തിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഇത്തരത്തിലാണ് നിങ്ങൾ പാനീയങ്ങൾ കുടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ മെയിൻ സ്ട്രീമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബാഡ് ഐഡിയ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് അൺഹെൽത്തി ആയി ജീവിക്കുക എന്ന് പറയുന്നത് നോർമലാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നോർമലാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാൻ വേണ്ടി, എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം ടെക്നിക്കുകളാണ് പഠിക്കുന്നത്, എന്തെല്ലാമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ചാണക്യൻ എന്ന മഹാഗുരു ഈ കാര്യത്തെക്കുറിച്ച് അന്ന് തന്നെ വളരെയധികം അറിവുള്ള വ്യക്തിയായിരുന്നു. ഈ ചാണക്യനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന് ചാണക്യ ഇൻ യു എന്ന പുസ്തകം നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഈ പുസ്തകത്തിലെ നായകൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അവന്റെ മുത്തച്ഛൻ അവന് ചാണക്യന്റെ അർത്ഥശാസ്ത്രം പരിചയപ്പെടുത്തി. പിന്നീട് അവന്റെ ജീവിതത്തിന്റെ പാത നിർണ്ണയിക്കുന്നതിൽ ചാണക്യൻ എങ്ങനെ പ്രധാന പങ്ക് വഹിച്ചു എന്നതാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. സമ്പത്ത് നേടിയെടുക്കുന്നതിൻ്റെയും സമ്പത്ത് നിലനിർത്തുന്നതിൻ്റെയും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ എവിടെയും തോൽക്കാതെ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും എല്ലാവിധ തന്ത്രങ്ങളും മനുഷ്യരെ പഠിപ്പിച്ച ഈ മഹാഗുരുവിന്റെ ശക്തമായ മാർഗദർശനങ്ങളാണ് നിങ്ങൾക്ക് ഈ പുസ്തകത്തിലൂടെ കിട്ടുക. ചാണക്യ ഇൻ യു എന്ന ഈ പുസ്തകത്തിന്റെ ഓഡിയോ വെർഷൻ ഞാൻ കുക്കു FM-ൽ നിന്നും കേട്ടതാണ്. കുക്കു FM-ൽ ഇതുപോലെയുള്ള ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുവാനും അറിവ് നമുക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിലും നമ്മൾ തോറ്റുപോകില്ല. ഇത്തരത്തിലുള്ള അറിവുകളുടെ ഒരു അക്ഷയ ഖനിയാണ് കുക്കു FM. എണ്ണിയാലൊടുങ്ങാത്ത ഓഡിയോ ബുക്ക് ശേഖരണം, ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും ഓഡിയോ ബുക്കുകൾ, അതും വളരെ ചീപ്പായ റേറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ഞാൻ പരിചയപ്പെടുത്തി തരാം.
ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണുന്നവർ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കു FM-ന്റെ ആക്ച്വൽ മെമ്പർഷിപ്പ് പ്രൈസിൽ നിന്നും 50% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതായത് പകുതി. ഇത്രയും നല്ലൊരു ഓഫർ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FM-ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുക്കു FM വിസിറ്റ് ചെയ്യൂ, മെമ്പർഷിപ്പ് എടുക്കൂ. വീഡിയോയിലേക്ക് തിരിച്ചു വരും. നമ്പർ 3, ക്യാപിറ്റലിസം ആൾവേസ് വിൻസ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിൽ ചിലർ മാത്രമാണ് ടോപ്പിൽ ഉണ്ടായിരിക്കുക. ആർക്കെങ്കിലും മെറിറ്റ് കൂടുതലാണെങ്കിൽ, ബുദ്ധി കൂടുതലാണെങ്കിൽ, ശക്തി കൂടുതലാണെങ്കിൽ അവർ ടോപ്പിലെത്തും. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതായത് ഡീപ്പ് ഡൗൺ ലെവലിൽ നിന്ന് ആരംഭിച്ച് എന്തെങ്കിലും ഒരു ടാലന്റ് കാരണത്താൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ നമുക്കുണ്ട്. എന്നാൽ പൊതുവെ കുറച്ച് ദാരിദ്ര്യമുള്ള ആളുകൾ എന്താണ് പറയുന്നത്? പണമുള്ളവരൊക്കെ ദുഷ്ടന്മാരാണ്, പണക്കാരെല്ലാവരും ദുഷ്ടന്മാരാണ്, അവർ പൈസ ഉണ്ടാക്കിയത് ദുഷ്ടത്തരത്തിലൂടെയാണ്, തട്ടിപ്പിലൂടെ മാത്രമേ ഇവിടെ പണക്കാരനാവാൻ പറ്റൂ, ഇതൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഒരു വാക്കുകൾ ആരോ ഉപയോഗിക്കാന്നറിയോ? സ്വയം പരിശ്രമിക്കാൻ വയ്യാതിരിക്കുകയും പരിശ്രമിക്കുന്നവരോട് അസൂയ ഉണ്ടാവുകയും ചെയ്യുന്നവരാണ് ഇത് പറയുക. എന്നാൽ ഇവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ആരാണോ ഈ പണം സമ്പാദിച്ച ആളുകൾ അവരവരുടെ സമയവും പൊട്ടൻഷ്യലും കൃത്യമായി ഉപയോഗിച്ചവരാണ്. അല്ലാതെ ഇവരെ പോലെ ടൈം വേസ്റ്റാക്കി, എനർജി വേസ്റ്റാക്കി ജീവിച്ചവരായിരിക്കില്ല. തന്റെ സ്വപ്നം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ പലതരം പരാജയങ്ങളും നേരിട്ട് വളരെയധികം സംഘർഷം അനുഭവിച്ച് പിന്നെയും മുന്നേറിയവരാണ് അവർ. അല്ലാതെ ഒരു തവണ പരിശ്രമിക്കുമ്പോഴേക്കും തോറ്റുപോയതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പോയവരല്ല. എന്നാൽ ഇത്തരക്കാർ പിന്നീട് എന്താ ചെയ്യുക എന്നറിയോ? ഒരിക്കലും തനിക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് ചിന്തിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്യില്ല. സമ്പന്നരായി മാറിയവരെല്ലാം തെറ്റായ രീതിയിലൂടെ സമ്പാദിച്ചതുകൊണ്ടാണ് സമ്പന്നരായത് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഏറ്റവും വലിയൊരു അന്ധവിശ്വാസമാണ്. ലൂസേഴ്സ് വിൽ ഓൾവേസ് ഹേറ്റ് ദ വിന്നേഴ്സ്, ബട്ട് ദ ലൂസർ ഹു ഈസ് അംബിഷ്യസ് വിൽ ഹേറ്റ് ദ വിന്നർ ഈവൻ മോർ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയ ആളുകളോട് ഒരിക്കലും വെറുപ്പ് പുലർത്തരുത്, അവരെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, അവർക്ക് എന്നിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്, ഞാൻ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരെന്താണ് ചെയ്തത്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ വിജയം കണ്ട് അസൂയപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്, സ്വയം ഒരു വിജയിയായി മാറി കാണിക്കുകയാണ് വേണ്ടത്. നമ്പർ 4, ബ്രിങ് ബാക്ക് ദ ട്രഡീഷൻ. ഒരു കൾച്ചറിനെ തന്നെ നശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഐഡിയ എന്താണെന്ന് അറിയുമോ? അതിന്റെ ഹിസ്റ്ററിയിൽ ഇടപെടുക, ഹിസ്റ്ററിയെ വളച്ചൊടിച്ച് വികലമാക്കുക. അപ്പോൾ ആ കൾച്ചറിന്റെ മേലെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാകും. പുതിയതായി ജനിക്കുന്ന കുട്ടികൾ ആകെ കൺഫ്യൂസ്ഡ് ആവുകയും സ്വന്തം കൾച്ചറിനെ തന്നെ വെറുക്കുകയും ചെയ്യും. അതായത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ട്രെൻഡ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പണ്ടുള്ളവർക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല, അവർ നല്ലവരായിരുന്നില്ല, മോശമായിരുന്നു, നമ്മളാണ് നല്ലവർ. മുൻകാലത്തെ ആളുകൾ ഒരുപാട് അന്ധവിശ്വാസികളായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക. പഴയ കാലത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ യാതൊന്നും തന്നെ ഇല്ല, നമ്മളാണ് അവരെക്കാൾ എല്ലാം നല്ലവർ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിച്ച് ഞാൻ ഒഴികെ എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ അച്ഛനും അമ്മ അടക്കമുള്ളവരും, അതായത് പഴയവരെല്ലാം മോശമാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തുന്നു. സ്വന്തം പാരന്റ്സിനെ തന്നെ ദുഷ്ടന്മാരായിട്ടും ശത്രുക്കളായിട്ടും കാണാൻ തുടങ്ങുന്നു. മാത്രമല്ല തന്റെ പൂർവികരെ എല്ലാവരെയും ശത്രുക്കളായി കാണുവാനും അവരോട് ഭയങ്കരമായൊരു വെറുപ്പ് കാത്തു സൂക്ഷിക്കാനും തുടങ്ങുന്നു. മുൻപ് പല യുദ്ധങ്ങളിലും പിടിക്കപ്പെട്ടവരുടെ മേലെ ഇങ്ങനൊരു പ്രയോഗം ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിൽ നിന്ന് അവരുടെ പാരമ്പര്യത്തിന്റെ ഒരു പേരുണ്ടാവുമല്ലോ, കുടുംബ പേരെല്ലാം, അതെല്ലാം എടുത്തു കളയും. അതോടുകൂടി അവർക്ക് അവരുടെ ഒരു അഭിമാനം നഷ്ടമാകും. പിന്നെ അവരെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ ജാഗ്രതയോടെ കൂടിയിരിക്കുക. നമ്പർ 5, അവർ പെർസെപ്ഷൻ ഷേപ്സ് അവർ റിയാലിറ്റി. ഇന്നത്തെ കാലത്ത് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പാരന്റ്സ്, അതുപോലെ നിങ്ങളെ വളർത്തി വലുതാക്കിയ ആളുകൾ, ഇവരെയൊക്കെ ബ്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ കൾച്ചറായി മാറിയിരിക്കുന്നു. നിങ്ങളൊരു വിക്ടിമായി മാറുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി നിങ്ങൾക്ക് എന്തൊക്കെയോ റിവാർഡ് തരുന്ന പോലെയാണ്. മുൻകാലത്തെല്ലാം ഈ സൊസൈറ്റിയിലെ ഹീറോസിന്റെ ശബ്ദം വളരെ ശക്തമായിരുന്നു. എന്നാൽ ഇന്നാണെന്നുണ്ടെങ്കിലും ആരുടെ കയ്യിലാണ് മൈക്കുള്ളതെന്ന് അറിയുമോ? വിക്ടിംസിന്റെ കയ്യിലാണ്. അതായത് ശക്തിയും വീര്യവും പ്രചരിപ്പിക്കുന്നതിന് പകരം ഇവിടെ ഏറ്റവും കൂടുതൽ പരാതികളും പ്രശ്നങ്ങളും വീക്ക്നെസ്സുകളും വർണ്ണിക്കുന്ന രീതിയിലാണ് മൈക്കുകളിലൂടെ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അതായത് ഒരു വിന്നറുടെ വാക്കുകൾ കേൾക്കാൻ ഇവിടെ അവസരമേ ഇല്ല, പരാതിക്കാരുടെ വാക്കുകൾ മാത്രമാണ് എങ്ങും മുഴങ്ങുന്നത്. അത് കാരണത്താൽ സൊസൈറ്റി ആ രീതിയിൽ ട്യൂൺ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു വിന്നറായി മാറണമെന്നുണ്ടെങ്കിൽ വിന്നേഴ്സിന്റെ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ഒരു വിന്നർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? സിറ്റുവേഷൻസിനെ ബ്ലെയിം ചെയ്ത് ജീവിക്കുന്നവരല്ല, സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിച്ചവരായിരിക്കും. നമ്പർ 6, മൈ ഇമോഷൻസ് ഡോണ്ട് ഡിക്റ്റേറ്റ് മൈ ആക്ഷൻസ്. നമ്മളുടെ ഇമോഷൻസിനെ ഒന്നിനെയും തന്നെ ഉള്ളിൽ അടിച്ചമർത്തി വെക്കാൻ പാടില്ല. എന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷൻസിനെയും നമ്മൾ അതേപോലെ എക്സ്പ്രസ് ചെയ്യാനും പാടില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ ഇമോഷൻസിനെ ചാനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഇമോഷൻസ് നെഗറ്റീവ് ആയിരിക്കുകയാണ് എങ്കിലും, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് എങ്കിലും, നിങ്ങളുടെ ഇമോഷൻസ് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കരുത്. അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മറന്നിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കരുത്. അതായത് ഒരു വ്യക്തി ഇടയ്ക്കിടെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഇടയ്ക്കിടെ ദുഃഖം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഫെയിലിയറോ സക്സസോ ആവുന്നൊന്നും ഇല്ല. ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റിയിലാണ് ഫെയിലിയറും സക്സസും ഇരിക്കുന്നത്. നമ്പർ 7, ഓൾവേസ് ഹാവ് ദ ബാക്ക് ഓഫ് യുവർ ലവ്ഡ് വൺസ്. ഒരു സത്യം പറഞ്ഞു തരാം, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും
നിങ്ങൾ നിങ്ങളുടെ പാരൻസ്, ലവേഴ്സ്, ഫ്രണ്ട്സ്, റിലേഷൻസ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുവാൻ നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധം 100% തകരാറിലാണ്. കേവലം പേരുകൊണ്ടുള്ളൊരു ബന്ധം മാത്രമാണത്. ആ ബന്ധത്തിൽ നിറവേറ്റേണ്ട ഒരു കാര്യവും നിറവേറ്റുവാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് അർത്ഥം. നിങ്ങൾ അവരെ വെറുക്കുന്നു എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ നിസ്വാർത്ഥതയാണ്. എന്നാൽ ഇന്ന് മിക്ക ബന്ധങ്ങളുടെ ഉള്ളിലും ബന്ധം നിലനിർത്തുന്നതിന്റെ മുഖ്യമായിട്ടുള്ള ഗം തന്നെ സ്വാർത്ഥതയാണ്. മോഡേൺ TV ഷോസ്, യൂട്യൂബ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, ഇതിലെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ പറ്റിക്കേണ്ടത് എങ്ങനെയാണ് ട്രോൾ ചെയ്യുക, എങ്ങനെയാണ് പ്രാങ്ക് ചെയ്യുക. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കുകയും പറ്റിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഇന്ന് എന്റർടൈൻമെന്റ് ആയി കഴിഞ്ഞു. എന്നാൽ ഇതെല്ലാം റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്തു നോക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വളരെയധികം സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയുമാണ് വേണ്ടത്. എന്നാൽ ഇതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത്യാവശ്യം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാതെങ്കിലും ഇരിക്കണം. അവരെ അംഗീകരിക്കാൻ പഠിക്കണം. പുതിയ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെന്റാലിറ്റി എന്താണെന്ന് അറിയുമോ? ഓരോരുത്തരെയും അവരായി തന്നെ അംഗീകരിക്കാൻ പറ്റണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം ഉണ്ടെന്ന് ചിന്തിക്കണം. ആർക്കും അഭിപ്രായങ്ങൾ പറയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. പരസ്പരം ഒരുമിച്ച് ജീവിക്കുവാൻ അവകാശവുമുണ്ട്. എന്നാൽ ഇതിനിടയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായത്തിൽ മാത്രം മുറുകെ പിടിക്കുകയും മറ്റുള്ളവരെല്ലാം ബ്ലെയിം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ബന്ധങ്ങൾ കേവലം പേരിന് മാത്രമായി മാറും. അത്തരം ബന്ധങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരില്ല, ദുഃഖം മാത്രമായിരിക്കും തരിക. TV ഷോയിലൊക്കെ കാണുന്നത് പോലെയുള്ള സീനുകൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? അതൊരു ഷോയാണ്. അത് കണ്ട് എല്ലാവരും കൈയടിക്കും. എന്നാൽ നമ്മുടെ ജീവിതം ഒരു TV ഷോ അല്ല. ജീവിതത്തിൽ പല കാര്യങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നാൽ ബന്ധം തന്നെ കേടുവരികയാണ് ചെയ്യുക. നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ടാകും, എന്നാലും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് അത്തരം മോഡേൺ കൾച്ചറുകളെയൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതം നശിപ്പിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മോഡേൺ കൾച്ചറുകളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പല കാര്യങ്ങളെയും നമ്മൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം സ്വീകരിക്കുവാൻ. പഴയതെല്ലാം നല്ലതല്ല, പുതിയ കാര്യങ്ങളും എല്ലാം നല്ലതല്ല. നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിന് വേണ്ടതിനെ മാത്രം സ്വീകരിക്കുക. ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ.